ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റുമായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റും അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി 2ാമത്തെ യൂണിറ്റിലേക്കാണ് പോകുന്നത്. യൂണിറ്റിൻ്റെ നെയിം എന്താണ്? ദ വിങ്സ് ഓഫ് ഡ്രീംസ്. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുകൾ. ഡ്രീംസ് എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ. അപ്പോൾ സ്വപ്നങ്ങളുടെ ചിറകുകൾ എന്നാണ് ഈ യൂണിറ്റിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ പേജ് തന്നിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ചിത്രം അല്ലേ. അതിൻ്റെ താഴെ APJ അബ്ദുൽ കലാമിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കോട്സും തന്നിട്ടുണ്ട്. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. എന്താണ് ഈ APJ അബ്ദുൽ കലാമിൻ്റെ ഈ തോട്ട്സിൽ പറയുന്നത്? ഡ്രീംസ് എന്തായി മാറും? നമ്മളെ ചിന്തകളായിട്ട് മാറും. ചിന്തകളോ അത് പ്രവൃത്തിയായിട്ട് മാറും എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ തോട്ട്സിലൂടെ പറയുന്നത്. ഡ്രീംസ് നമ്മളെ ചിന്തിപ്പിക്കും, ആ ചിന്തകൾ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ അടുത്ത ഭാഗത്ത് 2 ട്രെയിനുകളുടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ട്രെയിനുകൾ തന്നെയല്ലേ ഇത്? നിങ്ങൾക്ക് കണ്ടിട്ട് ട്രെയിനുകളായിട്ട് തന്നെയല്ലേ തോന്നുന്നത്? 2 തരത്തിലുള്ള ട്രെയിനുകളുടെ ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും നോക്കിയേ. എല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്ക് ആ 2 ട്രെയിനിൻ്റെ പിക്ചറിൽ നിന്നും തോന്നുന്നുണ്ടോയെന്നോ? ഇനി നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ്? ഇൻ ദി പിക്ചർ ഗിവൺ എബോ യു ക്യാൻ സീ 2 ട്രെയിൻസ് അല്ലേ. ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? നിങ്ങൾക്ക് ഈ 2 ചിത്രങ്ങളും തമ്മിൽ, ട്രെയിനുകളുടെ ചിത്രം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? എന്താണ് തോന്നുന്നത്? ഫസ്റ്റ് ട്രെയിനിൽ നിന്ന് ഒരുപാട് പുക പോകുന്നുണ്ട് അല്ലേ. 2ാമത്തെ ചിത്രത്തിൽ നിന്നോ അത് കാണുന്നില്ല അല്ലേ. അപ്പോൾ എന്താണ്? പഴയ കാലത്തുള്ള ട്രെയിനും ഇപ്പോൾ പുതിയ കാലത്തുള്ള ട്രെയിനുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ഒരു ഡിഫറൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. കൽക്കരി കൊണ്ടുള്ള ട്രെയിനും ഇന്നത്തെ കാലത്തുള്ള ട്രെയിനും. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? നിങ്ങളെ ട്രെയിൻ ജേർണിയെ കുറിച്ച് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി നമുക്കിവിടെ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. എന്താണ് ദ ലിറ്റിൽ എൻജിൻ? എൻജിൻ എന്ത് കഴിഞ്ഞു? എന്താണ് കഴിഞ്ഞത്? ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. അതാണ് ഹെഡിങ്. ചെറിയ എൻജിന് കഴിഞ്ഞു. എന്താണ് കഴിഞ്ഞത് എന്ന് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ മനസ്സിലാകും കേട്ടോ. അതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ നമുക്ക് സ്റ്റോറി റീഡ് ചെയ്യാം. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ് അല്ലേ. എന്താണ് പിക്ചറിൽ നിങ്ങൾ കാണുന്നില്ലേ? ചെറിയ ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഹാപ്പിയാണ്. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ അല്ലേ. നിങ്ങൾക്ക് ആ ചിത്രം കണ്ടാൽ മനസ്സിലാകും. ഹാപ്പി ആയിട്ടുള്ള ഒരു ലിറ്റിൽ ട്രെയിൻ, സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു ചെറിയൊരു ട്രെയിനാണ്. ഹെർ കാർ were full of good things for boys and girls. ഈ കാർ എന്ന് പറയുന്നത് എന്താണ്? ആ ട്രെയിനിൻ്റെ ബാക്കിലുള്ള ബോഗിക്കാണ് ഇവിടെ കാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാറിൽ എന്താണ്? ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിനും ഗേൾസിനുള്ള ടോയ്സാണ് അതിലുള്ളത്. There were all kinds of toy animals. എല്ലാ തരത്തിലുള്ള ടോയ് ആനിമൽസും അതിലുണ്ട്. എന്തൊക്കെ ആനിമൽസാണ്? ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്. ജിറാഫ് ഉണ്ട്. എന്ത്? വിത്ത് ലോങ്, നീണ്ട കഴുത്തുള്ള ജിറാഫ് ഉണ്ട്. ടെഡി ബിയർ വിത്ത് നോ നെക്സ്. നെക്സ് ഇല്ലാത്ത ടെഡി ബിയേഴ്സ് ഉണ്ട്. ആൻഡ് ഈവൻ എ ബേബി എലിഫൻറ്റ്. ഒരു ചെറിയൊരു ആനക്കുട്ടി പോലും ഉണ്ട്. There were all kinds of dolls too. എല്ലാ തരത്തിലുള്ള ഡോൾസും ഉണ്ട് അതിൽ. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. എങ്ങനത്തെയാണ്? നീല കണ്ണുള്ള ഡോൾസ് ഉണ്ട്, യെല്ലോ ഹെയർ ഉള്ള ഡോൾസ് ഉണ്ട്. ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ. പിന്നെ എങ്ങനെയുള്ള ബ്രൗൺ ഐസ് ഉള്ള ഡോൾസ് ഉണ്ട്, ബ്രൗൺ ഹെയർ ഉള്ള ഡോൾസ് ഉണ്ട്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ.
അല്ലേ? എല്ലാ ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടോയ്സും നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. There were toy trucks, airplane and boats. There were pictures, book, games and drums to play. ഇതൊക്കെ ആ ബോഗിയിലുണ്ട്. അതാണ് ആ കാർ എന്ന് പറയുന്നത്. ആ ട്രെയിനിൻ്റെ ആ ബോഗിയിലുണ്ട്. ട്രക്സ് ഉണ്ട്, എയ്റോപ്ലെയിൻസ് ഉണ്ട്, ബോട്ട്സ് ഉണ്ട്, പിന്നെ എങ്ങനെയുണ്ട്, പിക്ചേഴ്സിൻ്റെ ബുക്സ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഡ്രംസ് ടു പ്ലേ, കളിക്കാൻ പറ്റുന്ന ഡ്രംസ് ഉണ്ട്. ഇതെല്ലാം നിറച്ച് ഹാപ്പി ആയിട്ട് ഒരു ലിറ്റിൽ ട്രെയിൻ, ചെറിയൊരു ട്രെയിൻ ഇങ്ങനെ പാളത്തിലൂടെ പോവാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? എന്തോ സംഭവിച്ചു അല്ലേ? ആ ചിത്രത്തിൽ കണ്ടോ നിങ്ങളെ? ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? ആ ബോഗിക്ക് ആ ട്രെയിനിൻ്റെ ഫേസൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. The little train carried every kind of toys that boys or girls would play with. അങ്ങനെ ആ ട്രെയിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ടോയ് സെറ്റ് ഇങ്ങനെ പോവായിരുന്നു. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. പിന്നെ എന്താണ്? അത് മാത്രമല്ല, ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. അല്ലേ? ലിറ്റിൽ ട്രെയിന് എന്ത് കൊണ്ടുപോകുന്നുണ്ട്? കഴിക്കാനുള്ളതും കൂടി കൊണ്ടുപോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ളതും കൂടി കൊണ്ടുപോകുന്നുണ്ട്. ബിഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിഗ് റൗണ്ട് ഓറഞ്ച്, ബിഗ് വലിയ റൗണ്ടിലുള്ള ഓറഞ്ചസ് ഉണ്ട്. ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. അല്ലേ? ഇതെല്ലാം ഉണ്ട്. ബിഗ് വലിയ റൗണ്ടിലുള്ള ഓറഞ്ച് ഉണ്ട്, റെഡ് ആപ്പിൾസ് ഉണ്ട്, യെല്ലോ ബനാനാസ് ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക് ഉണ്ട്, ലോലിപോപ്സ് ഉണ്ട്, ഡിന്നറിന് ശേഷം കഴിക്കാനുള്ള എല്ലാം ഉണ്ട്. The little train was taking all these good things to the other side of the mountain. എന്താണ് പറയുന്നത്? ഈ തടിച്ച റെഡ് ആപ്പിൾസും നീണ്ട യെല്ലോ ബനാനാസും ഫ്രഷ് കോൾഡ് മിൽക്കും പിന്നെ ടോയ്സും എല്ലാം ഏറ്റ് എങ്ങോട്ടാണ് ട്രെയിന് പോകുന്നത്? the other side of the mountain. മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മല. ഈ മലകൾക്കപ്പുറത്തേക്കാണ് ഇതെല്ലാം ഏറ്റ് ഈ ലിറ്റിൽ ട്രെയിൻ പോകുന്നത് കേട്ടോ. How happy the boys and girls will be to see me. എന്നെ കാണുമ്പോൾ ആ മലകൾക്ക് അപ്പുറത്തുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എന്നെ കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. said the little train. ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു. they will like the toys and good food that I am bringing. എല്ലാവർക്കും ഞാനിത് കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാവും. but all at once the train came to a stop. she could not move at all. പെട്ടെന്ന് തന്നെ ട്രെയിൻ അവിടെ നിന്നു. പിന്നെ ആ ട്രെയിനിന് അനങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ട്രെയിൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ? എന്തിനായിരിക്കും ലിറ്റിൽ ട്രെയിൻ അതർ സൈഡിലേക്ക് ഇതെല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്തായാലും നമുക്ക് ഈ സ്റ്റോറിയിലൂടെ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും കേട്ടോ. നമുക്ക് നോക്കാം. ഹോ ഡിയർ, സെഡ് ദ ലിറ്റിൽ ട്രെയിൻ, what can be the matter? അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയണം. നമ്മൾ പറയില്ലേ ഹോ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്താ സംഭവിച്ചത്? വാട്ട് ക്യാൻ ബി ദ മാറ്റർ? എന്താ സംഭവിച്ചത്? ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. അവൾ എന്ത് ചെയ്തു? വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അവളെ ട്രെയിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. കുറേ പ്രാവശ്യം അവൾ ട്രൈ ചെയ്തു. ബട്ട് ഹർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷെ അവളെ വീൽ എന്ത് ചെയ്യുന്നില്ല? തിരിയുന്നില്ല. വി ക്യാൻ ഹെൽപ്പ് said the toy animals. അപ്പോൾ അതിലുള്ള ടോയ് ആനിമൽസൊക്കെ പറഞ്ഞ് ഞങ്ങൾ സഹായിക്കാമെന്ന്. ദ ക്ലൗൺ ആൻഡ് അനിമൽസ് ക്ലൈംബഡ് ഔട്ട് ദെയർ കാർസ്. അപ്പോൾ ആ ബോഗിയിൽ നിന്നും അനിമൽസും ക്ലൗൺസും ഒക്കെ താഴെ ഇറങ്ങി. ദേ ടയർഡ് ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവരെന്ത് ചെയ്തു? ട്രൈ ചെയ്തു. എന്തിന്? പുഷ് ദ ട്രെയിൻ. ട്രെയിന് പുഷ് ചെയ്തു. പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉന്തി. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. ബട്ട് അവൾക്ക് കഴിയുന്നില്ല മൂവ് ചെയ്യാൻ, അടുത്ത് ചലിപ്പിക്കാനല്ലേ. അത് സ്റ്റാർട്ടാവുന്നേ ഇല്ല. വി ക്യാൻ ഹെൽപ്പ് ടു സെഡ് ദ ഡോൾസ്. അപ്പോൾ ഡോൾസ് എന്ത് പറഞ്ഞു? ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ദ ട്രൈ ടു പുഷ്. അങ്ങനെ അവരും എന്ത് ചെയ്തു? തള്ളാൻ തുടങ്ങി.
സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. പക്ഷെ അപ്പോഴൊന്നും ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. പക്ഷെ ടോയ്സിനും ഡോൾസിനും ഒന്നും എന്താ ചെയ്യുക എന്ന് മനസ്സിലാവുന്നില്ല. Just then a shiny new engine came puffing down another track. അപ്പോഴാണ് അടുത്ത ട്രാക്കിലൂടെ ഒരു ഷൈനി ആയിട്ടുള്ള എൻജിൻ ഇങ്ങനെ പഫ് ചെയ്ത് പോകുന്നത് കണ്ടത്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് അസ്. അപ്പോൾ അവർ പറയാം ചിലപ്പോൾ ആ എൻജിൻക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. ക്രൈഡ് ദ ക്ലൗൺ. ക്ലൗൺ ക്രൈ ചെയ്ത് പറഞ്ഞു. He began to wave a red flag. റെഡ് ഫ്ലാഗ് അല്ലേ, നമ്മൾ ഫ്ലാഗ് വീഴ്ത്തുന്നത് കണ്ടിട്ടില്ലേ റെയിൽ പാളത്തിലൊക്കെ. അപ്പോൾ റെഡ് ഫ്ലാഗ് വീശാൻ തുടങ്ങി. The shiny new engine slowed down. The dolls and the toys called out to him. എന്നിട്ട് എന്ത് ചെയ്തു? എൻജിന് സ്ലോ ആക്കി വന്നു. അപ്പോൾ ഈ ടോയ്സും ഡോൾസൊക്കെ അവർ വിളിക്കാൻ തുടങ്ങി. അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. They said, please pull our train over the mountain. നിനക്ക് ഞങ്ങളെ ഈ ട്രെയിനിനെ പുള്ള് ചെയ്തിട്ട് മൗണ്ടെയിനിൽ എത്തിക്കാൻ കഴിയുമോ? If you do not, the boys and girls will not have any toys or good food. അല്ലേ, ഞങ്ങൾക്ക് ആ മൗണ്ടെയിനിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് അവിടെയുള്ള ബോയ്സിനും ഗേൾസിനും ഒന്നും ഒരു ടോയ്സും ഗുഡ് ഫുഡും കിട്ടില്ല എന്നാണ് പറയുന്നത്. Will the shiny new engine help the little train? ആ ഷൈനി ലിറ്റിൽ ട്രെയിന് എൻജിനെ ഹെൽപ്പ് ചെയ്യുമോ? ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യുമോ? നമുക്ക് നോക്കാം. The shiny new engine was a bit friendly. എന്താണ് ആ ഷൈനി ന്യൂ എൻജിൻ? കുറച്ച് ഫ്രണ്ട്ലി ഒക്കെയാണ്. യു വാണ്ട് മീ ടു പുൾ യു? നിനക്ക് ഞാൻ ഇത് പുൾ ചെയ്യണം എന്നാണോ നീ പറയുന്നത്? ഹി ആസ്ക്ഡ്. അവർ ചോദിച്ചു, പുതിയ എൻജിൻ ചോദിച്ചു. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. അതല്ല എൻ്റെ ജോലി. ഐ ക്യാരി പീപ്പിൾ. ഞാൻ ജനങ്ങളെ കൊണ്ടുപോകുന്ന എൻജിനാണ്. ദേ സിറ്റ് ഇൻ കൗ വിത്ത് സോഫ്റ്റ് സീറ്റ്. അവരെന്താണ് എൻ്റെ കാർസ് എന്ന് പറഞ്ഞാൽ ആ ബോഗി അല്ലേ, ആ ട്രെയിനിലുള്ള ബോഗി. ആ ബോഗിയിൽ ആളുകൾ എൻ്റെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റിൽ ഇരിക്കും. ദേ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. അവർ എൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കും. ദേ ഇറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. എന്താണ് എൻ്റെ കാറിൽ ഇരുന്നിട്ട് എൻ്റെ ഈ ബോഗിയിൽ ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിക്കും. ദേ ഈവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. എന്താണ് എൻ്റെ ബോഗിയിൽ ഇരുന്നിട്ട് അവർ ഉറങ്ങുക വരെ ചെയ്യും. ഹൗ ഡെയർ യു ആസ്ക് മീ? നിനക്ക് എങ്ങനെ എന്നോട് ചോദിക്കാൻ ധൈര്യം വന്നു? ദ ഷൈനി ന്യൂ എൻജിൻ വെന്റ് വിതൗട്ട് അനദർ വേർഡ്. അതും പറഞ്ഞിട്ട് ഷൈനി എൻജിൻ വേറൊന്നും പറയാതെ പോയി. ഹൗ സാഡ് വർ ഓൾ ടോയ്സ് ആൻഡ് ഡോൾസ്. അല്ലേ, എത്ര സങ്കടം വന്നിട്ടുണ്ടാവും ആ ടോയ്സിനും ഡോൾസിനും അല്ലേ. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. എന്താണ് ഷൈനി ന്യൂ എൻജിന്? സുഹൃത്തൊക്കെയാണ്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ സുഹൃത്തൊക്കെയാണ് കുറച്ചൊക്കെ. പക്ഷേ ബട്ട് ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. പക്ഷേ ആ ഷൈനി എൻജിന് ആ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചോ? ഇല്ല. വൈ? എന്തുകൊണ്ടായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക? എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ചിലപ്പോൾ ആ ഷൈനി എൻജിൻ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ ലിറ്റിൽ ട്രെയിനിനെ സഹായിച്ചാൽ എൻ്റെ കാസ് ചീത്തയാവും, എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ അല്ലേ. ഇത് കണ്ടോ പിക്ചർ ഇവിടെ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്കറിയാം അല്ലേ, റെയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രാക്കുകൾ ഉണ്ടാവും അല്ലേ. ഇവിടെ പിക്ചറിൽ കണ്ടോ വേറൊരു ട്രെയിനും നമ്മളെ ലിറ്റിൽ ട്രെയിനും അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. കണ്ടോ പിക്ചർ നന്നായിട്ടൊന്ന് എല്ലാവരും നോക്കിക്കേ. വേറൊരു പാളത്തിലൂടെയും മറ്റേ നമ്മളെ ലിറ്റിൽ ട്രെയിനിൻ്റെ അല്ലാതെ വേറൊരു പാളത്തിലൂടെ മറ്റുള്ള ട്രെയിനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി നോക്കാം നമുക്ക് എന്താ സംഭവിച്ചെന്ന്. ദെൻ ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട്. ടോയ് ക്ലൗൺ എന്ത് ചെയ്തു? വിളിക്കാൻ തുടങ്ങി. ഹിയർ കംസ് അനദർ എൻജിൻ. ഇങ്ങോട്ട് വേറെ ഏതെങ്കിലും എൻജിൻ വരുമോ? എ ബിഗ്, ഒരു വലുത്. സ്ട്രോങ് വൺ, സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എൻജിൻ വരുമോ? മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. മേ ബി ചിലപ്പോൾ ആ എൻജിൻക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. എഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. ക്ലൗൺ എന്ത് ചെയ്തു? ആ ഫ്ലാഗ് വീണ്ടും, റെഡ് ഫ്ലാഗ് വീണ്ടും വീശാൻ തുടങ്ങി. ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു എ സ്റ്റോപ്പ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എൻജിൻ വന്ന് നിന്നു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് കോൾഡ് ഔട്ട് ടുഗദർ. അല്ലേ, ടോയ്സും ഡോൾസും ഒക്കെ അവരെ ഒരുമിച്ച് വിളിച്ചു.
പ്ലീസ് ഹെൽപ്പ് us, ഞങ്ങളെ സഹായിക്കൂ. ബിഗ് സ്ട്രോങ് എൻജിൻ അല്ലേ എന്ന് പറയാണ്. ബിഗ് സ്ട്രോങ് എൻജിനോട് പറയാം ഞങ്ങളെ ഒന്ന് സഹായിക്കൂന്ന്. അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്, ഞങ്ങളെ ട്രെയിന് വർക്കിംഗ് അല്ല, നോട്ട് വർക്കിംഗ്. ബട്ട് യു ക്യാൻ പുൾ എസ് ഓവർ ദ മൗണ്ടെയിൻ, പക്ഷേ നിനക്ക് ഞങ്ങളെ ഉന്തിച്ചിട്ട് അത് മൗണ്ടെയിനിൽ എത്തിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. യു മസ്റ്റ് ഹെൽപ്പ് us, നിനക്ക് എന്തായാലും സാധിക്കും. ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്, അല്ലെങ്കിൽ അവിടെയുള്ള ഗേൾസിനും ബോയ്സിനും ഒന്നും കളിക്കാൻ പാവകളും ടോയ്സും ഗുഡ് ഫുഡും ഒന്നും കിട്ടില്ല എന്നൊക്കെ ഇവർ പറയാണ്. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്, പക്ഷെ ആ ബിഗ് സ്ട്രോങ് എൻജിനും അവരെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഐ ഡോണ്ട് നോട്ട് പുൾ ടോയ്സ്, ഞാൻ ടോയ്സ് പുൾ ചെയ്യില്ല. ഹി സെഡ് ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്, എൻ്റെ ബോഗിയിൽ എന്താണ് ഹെവി ഭാരമുള്ള ലോഡാണ്. ഐ പുൾ ബിഗ് ട്രക്സ്, ഞാൻ വലിയ ട്രക്സാണ് പുൾ ചെയ്യുക. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സമയമില്ല. ആൻഡ് വേ പഫ്ഡ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിത്തൗട്ട് എ വേർഡ്, മറ്റൊരു വാക്കും പറയാതെ പഫ്ഡ് എന്താണ് പഫ് ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ട് ആ ബിഗ് എൻജിനും പോയിട്ടോ. ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിത്തൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ, അല്ലെ ആ ബിഗ് എൻജിനും പോയി ഒന്നും പറയാതെ. എന്തായിരിക്കും കാരണം നോക്കാം നമുക്ക്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി, ലിറ്റിൽ ട്രെയിൻ എന്താണ് ഹാപ്പി അല്ല. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വർ റെഡി ടു ക്രൈ, ഡോൾസും ടോയ്സൊക്കെ കരയാൻ തുടങ്ങി. ബട്ട് ദ ക്ലൗൺ കോൾഡ് ഔട്ട്, പക്ഷേ ക്ലൗൺ എന്ത് ചെയ്തു ഉറക്കെ വിളിച്ചു. ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്, നോക്കൂ നോക്കൂ അടുത്ത എൻജിൻ വരുന്നുണ്ട്. എ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഒരു നീല കളറിലുള്ള എൻജിൻ, ചെറിയൊരു എൻജിൻ വരുന്നുണ്ട്. എ വെരി ലിറ്റിൽ വൺ, ചെറുതാണത്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് us, ആ എൻജിൻക്ക് നമ്മളെ എന്തായാലും സഹായിക്കാൻ കഴിയും. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് ഹാപ്പി എൻജിൻ, ആ ചെറിയ ബ്ലൂ എൻജിൻ എന്തായിരുന്നു വെരി ഹാപ്പി ആയിരുന്നു, സന്തോഷത്തോട് വരികയാണ്. ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്പ്ഡ് അറ്റ് വൺസ്, അല്ലേ ആ ക്ലൗഡ് കൊടി വീശുന്നത് കണ്ട് ആ ചെറിയ ലിറ്റിൽ എൻജിൻ അവിടെ നിന്നു. വാട്ട് ഈസ് ദ മാറ്റർ, എന്നിട്ട് എൻജിൻ ചോദിച്ചു എന്താ കാര്യം. ഷീ ആസ്ക്ഡ് കൈൻഡ്ലി, ദയനീയത്തോട് ചോദിച്ചു. ഹോ ലിറ്റിൽ ബ്ലൂ എൻജിൻ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്, കരഞ്ഞുകൊണ്ട് ഡോൾസും ടോയ്സൊക്കെ പറഞ്ഞു. വിൽ യു പുൾ us ഓവർ ദ മൗണ്ടെയിൻ, ഞങ്ങൾ ആ മൗണ്ടെയിനിലൊന്ന് എത്തിക്കോ ഉന്തിയിട്ട്. അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്, ഞങ്ങളെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്, ഇനി ഞങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിൽ അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കളിക്കാനുള്ള ടോയ്സോ നല്ല ഫുഡോ ഒന്നും കിട്ടില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ, ആ മലകൾക്കപ്പുറം ഞങ്ങളെ ഒന്ന് എത്തിക്കോ. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് us, അല്ലേ കരഞ്ഞുകൊണ്ട് അവർ പറയണം ഒന്ന് ദയവ് ചെയ്തൊന്ന് സഹായിക്കൂ. പിന്നീട് എന്താ സംഭവിച്ചത്. ഹോ മൈ ഡിയേഴ്സ് സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറഞ്ഞു. ഹോ മൈ ഡിയേഴ്സ് ഐ എം നോട്ട് വെരി ബിഗ്, ഞാൻ ചെറുതാണ്, ഞാൻ വലുതല്ല അല്ലേ. ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻ, എനിക്ക് ട്രെയിനൊന്നും പുൾ ചെയ്യാൻ കഴിയില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്, ഞാൻ യാർഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ, എനിക്ക് മൗണ്ടെയിൻ്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങളായിട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദർ ബിഫോർ ദ ചിൽഡ്രൻ വേക്ക് അപ്പ്, എന്താണ് ഞങ്ങൾക്ക് അവിടെ എന്തായാലും കുട്ടികൾ ഉണർന്നതിൻ്റെ മുന്നേ എത്തണം. സെറ്റ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്, ടോയ്സും ഡോൾസൊക്കെ പറഞ്ഞു. പ്ലീസ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്, എന്നിട്ട് അപ്പം എന്ത് ചെയ്തു ആ ബ്ലൂ എൻജിന് ഡോൾസിനെയും ടോയ്സിനൊക്കെ നോക്കി. ഷീ കുഡ് സീ ദാറ്റ് ദേ വർ നോട്ട് ഹാപ്പി, അവരാരും ഹാപ്പി അല്ല അല്ലേ. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ, അവൾ എന്ത് ചെയ്തു അതർ സൈഡ് മൗണ്ടെയിൻ്റെ അപ്പുറമുള്ള കുട്ടികളെ കുറിച്ച് ചിന്തിച്ചു. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി എയ്തർ, അല്ലേ എന്താണ് ഭക്ഷണവും ഇല്ലാതെയും ടോയ്സ് ഇല്ലാതെയൊക്കെ അവർ ഹാപ്പി ആവില്ല.
അതൊക്കെ ചിന്തിച്ചു. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് അപ്പ് ക്ലോസർ. എന്നിട്ട് എന്ത് ചെയ്തു? പുൾഡ്, തള്ളി, അടുത്ത് നിന്ന് തള്ളി കേട്ടോ. ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. എന്നിട്ട് അവൾ അത് ഹോൾഡ് ചെയ്തു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലിംബ്ഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. ടോയ്സും ഡോൾസൊക്കെ അതിൻ്റെ ബാക്കിൽ പോയിട്ട് തൂങ്ങി. ക്ലിംബ്ഡ് പറഞ്ഞാൽ തൂങ്ങി. ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദ അതർ എൻജിൻ? ബാക്കിയുള്ള എൻജിനുമായിട്ട് എന്ത് വ്യത്യാസമാണ് ഈ ലിറ്റിൽ ബ്ലൂ എൻജിനെ നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? എന്താണ് ആദ്യം വന്ന 2 പോയ എൻജിനേക്കാളും ബാക്കി എന്ത് വ്യത്യാസമാണ്, അവരിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ ബ്ലൂ എൻജിനുള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? നല്ലൊരു മനസ്സുണ്ട് അല്ലേ? വാട്ട് ആർ ദ ക്വാളിറ്റി? എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് ലിറ്റിൽ ബ്ലൂ എൻജിന്? മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അല്ലേ? പിന്നീട് എന്താ സംഭവിച്ചത് നോക്കാം കേട്ടോ. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ്. എന്നിട്ട് ലാസ്റ്റ് ബ്ലൂ എൻജിൻ പറഞ്ഞു, ഐ തിങ്ക് ഐ ക്യാൻ ക്ലിംബ് അപ്പ് ദ മൗണ്ടെയിൻ. ഞാൻ ചിന്തിക്കുന്നു എനിക്ക് നിങ്ങളെ മൗണ്ടെയിനിൽ എത്തിക്കാൻ കഴിയും. ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു. ഐ ക്യാൻ എനിക്ക് കഴിയും. ഐ തിങ്ക് ഐ ക്യാൻ എനിക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ ടു പുൾ. അല്ലേ? അങ്ങനെ ചിന്തിച്ച് എൻജിൻ എന്ത് ചെയ്തു? പുൾ ചെയ്യാൻ തുടങ്ങി. ഷീ ടഗ്ഡ് ആൻഡ് ഷീ പുൾഡ്. ടഗ് ചെയ്യലും അല്ലേ, ശക്തിയിൽ പുള്ളാനും ഇതാക്കാനും തുടങ്ങി. ഷീ പുൾഡ് ആൻഡ് ഷീ ടഗ്ഡ്. ഐ തിങ്ക് ഐ ക്യാൻ ഷീ സെഡ്. സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. അങ്ങനെ പതുക്കെ നമ്മളെ ട്രെയിൻ എന്ത് ചെയ്തു? മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ദ ഡോൾസ് ആൻഡ് ദ ടോയ്സ് ബിഗാൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. അത് കണ്ടപ്പോൾ ടോയ്സും ഡോൾസൊക്കെ ചിരിച്ചുകൊണ്ട് ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി. അപ്പ് ദ മൗണ്ടെയിൻ വെന്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അങ്ങനെ അവിടെ എത്തി, മൗണ്ടെയിനിലെത്തി. ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ്റ്റ് സേയിങ്. എല്ലാ സമയത്തും അവൾ പറയുന്നുണ്ടായിരുന്നു, ഐ തിങ്ക് ഐ ക്യാൻ. അപ്പ് ദ ലിറ്റിൽ എൻജിൻ ക്ലിംബ്ഡ് അല്ലേ? സന്തോഷത്തോടു കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് അവരങ്ങനെ പോകാൻ തുടങ്ങി. പിക്ചർ കണ്ടോ നിങ്ങളെ? എല്ലാവരും ഹാപ്പി ആവാൻ തുടങ്ങി അല്ലേ? പിന്നീട് എന്താ നമുക്ക് സംഭവിച്ചതെന്ന് നോക്കാവേ. പിന്നീട് ചോദിക്കുന്നത്, വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിങ്? എന്തുകൊണ്ടാണ് ഡോൾസും ടോയ്സൊക്കെ സ്മൈൽ ചെയ്യാനും ക്ലാപ്പ് ചെയ്യാനും തുടങ്ങിയത്? ബ്ലൂ എൻജിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു? ഈ ലിറ്റിൽ എൻജിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോൾ സ്മൈലിങ്ങും ക്ലാപ്പിങ്ങും തുടങ്ങി. വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ? എന്തുകൊണ്ടായിരിക്കും ബ്ലൂ എൻജിന് അങ്ങനെ പറഞ്ഞു? ഐ തിങ്ക് എനിക്ക് നമ്മളെ മനസ്സിനെ വിശ്വസിപ്പിക്കുകയാണ് അല്ലേ? എനിക്ക് കഴിയും എന്ന് ഉറച്ച ഒരു വിശ്വാസമാണത്. ഇനി അടുത്ത ഭാഗം നോക്കാം. അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ അല്ലേ? അറ്റ് ലാസ്റ്റ് അവസാനം അവൾ എവിടെ എത്തി? ആ മൗണ്ടെയിൻ്റെ ടോപ്പിലെത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ സിറ്റി. ഹറി ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ്. ഡോൾസ് ആനിമൽസ് ഒക്കെ പറ, ഹറി പെട്ടെന്ന്. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി. അത് കണ്ട് ബോയ്സും ഗേൾസൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് അസ് ലിറ്റിൽ ബ്ലൂ എൻജിൻ അല്ലേ? ഇതൊക്കെ സഹായിച്ചത് ആരുടെ സഹായം കൊണ്ടാണ്? ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ സഹായം കൊണ്ടാണ്. സെഡ് ദ ടോയ് ക്ലൗൺ പറഞ്ഞു. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് സ്മൈൽഡ്. ബ്ലൂ എൻജിൻ എന്ത് ചെയ്തു? അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു. ബട്ട് ആസ് ഷീ പഫ്ഡ് ഡൗൺ ദ മൗണ്ടെയിൻ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? പുക പരത്തിക്കൊണ്ട് അവൾ മൗണ്ടെയിൻ്റെ താഴേക്ക് പോയി. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സീംഡ് ടു സേ ഐ തോട്ട് ഐ കുഡ്. എന്ത് പറഞ്ഞിട്ട് അവൾ പോകുന്നത്? ഐ തോട്ട് ഐ കുഡ്. എനിക്ക് കഴിഞ്ഞു, ഞാൻ ചിന്തിച്ചു, എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വിച്ച് ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് ഇതിൽ? വൈ? സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സ്റ്റോറിക്ക് മറ്റൊരു തലക്കെട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഹെഡിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ സ്റ്റോറി ബിഗ് സ്റ്റോറിയാണ്, പക്ഷേ ഈസിയാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി റീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ടുമായിട്ട്. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.